നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ ശിഷ്യ സൗമ്യ തന്റെ പപ്പയുടെ വിവാഹ ക്ഷണക്കത്ത് എനിക്ക് നൽകിയിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കും യോഗേഷ് ജിയുടെ മാതൃകാപരമായ വിവാഹം, പപ്പയെ ആശങ്കയിലാഴ്ത്തിയ അൽക്കമാമിന്റെ ആഡംബരം, വിവാഹ നിശ്ചയത്തിന് ശേഷം ആളുകൾക്കിടയിലുണ്ടായ അസൂയ നിറഞ്ഞ സംസാരങ്ങൾ, ഇതിനൊക്കെ സ്വപ്നിൽ നൽകിയ ഞെട്ടിക്കുന്ന മറുപടി. യോഗേഷ് ജിയുടെ മാതൃകാപരമായ തീരുമാനം. രണ്ടാം വിവാഹം. സൗമ്യ പറഞ്ഞു, തന്റെ പപ്പ യോഗേഷ് ജി വിവാഹം കഴിക്കുന്നത് ഒരു സ്ത്രീയെയാണ്. ആൺകുട്ടിയില്ലാത്തതിന്റെ പേരിൽ ഭർത്താവ് ഉപേക്ഷിച്ച അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. ശരിയായ കാഴ്ചപ്പാട്. യോഗേഷ് ജി എന്റെ ഉപദേശം സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷം തോന്നി. ഈ വിവാഹം ഒരു മാതൃകാപരമായ കാര്യമാണെന്നും ആ കുട്ടികളുടെ നല്ല ഭാവി ഇതിലൂടെ ഉറപ്പാകുമെന്നും ഞാൻ സൗമ്യയെ ധരിപ്പിച്ചു. സൗമ്യയ്ക്ക് മാനസികമായ ധൈര്യം നൽകാൻ വിവാഹത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചു. അൽക്കമാമിന്റെ ആഡംബരവും പപ്പയുടെ ആശങ്കയും. ഷോപ്പിംഗ് തിരക്കുകൾ. അൽക്കമാം എന്നെയും പപ്പയെയും മാളുകളിൽ കൊണ്ടുപോയി വസ്ത്രങ്ങളും ആഭരണങ്ങളും പെർഫ്യൂമുകളും ഉൾപ്പെടെ നിരവധി വില കൂടിയ സാധനങ്ങൾ വാങ്ങിത്തന്നു. പപ്പയുടെ പരാതി. പപ്പ ആശങ്കയിലായിരുന്നു. ഇവർ ഗംഗയെ തിരിച്ചെടുക്കുകയാണ്. പെണ്ണിന്റെ വീട്ടുകാരാണ് പയ്യന്റെ വീട്ടുകാർക്ക് കൊടുക്കേണ്ടത്. മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ബലത്തിലാണ് നീരജിന്റെ ഈ ആഡംബരം എന്ന് ആളുകൾ പറയുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ബന്ധത്തിലെ മാറ്റം. അൽക്കമാമിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ ഞാൻ അവരെ അമ്മ എന്ന് വിളിച്ചുപോയി. മാം എനിക്ക് അമ്മായി എന്നതിലുപരി ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സുരക്ഷാ നിർദ്ദേശങ്ങൾ. വിവാഹ ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തു കഴിഞ്ഞതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ ഞാൻ എവിടെ പോകുകയാണെങ്കിലും കാറിലും ഡ്രൈവർക്കൊപ്പം മാത്രമേ പോകാവൂ എന്ന് അമ്മ നിർദ്ദേശിച്ചു. എന്നെ ഒരുക്കാൻ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും അവർ ഏർപ്പാടാക്കി. സൗമ്യയുടെ പപ്പയുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ചിന്താപരമായ തെരഞ്ഞെടുപ്പ്. വധുവിനേക്കാൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരിയല്ലാത്തതിനാൽ അമ്മയുടെ ഉപദേശപ്രകാരം ഞാൻ ലളിതമായ ഒരു വസ്ത്രം തിരഞ്ഞെടുത്തു. അവിശ്വസനീയമായ സാന്നിധ്യം. അൽക്കമാം വിവാഹത്തിന് വരുന്നത്, അതും എനിക്കൊപ്പം വരുന്നത് യോഗേഷ് ജിക്ക് അസാധ്യമായ ഒന്ന് സാധ്യമായതുപോലെ തോന്നിപ്പിച്ചു. സൗമ്യ നമ്മളെ കണ്ട് അതിയായ സന്തോഷത്തിലായിരുന്നു. അനുഗ്രഹം. ഞാനും അമ്മയും വധൂവരന്മാരെ അഭിനന്ദിച്ചു. ഞാൻ എപ്പോഴും നിനക്കൊപ്പമുണ്ട് എന്ന് ഞാൻ സൗമ്യക്ക് ഉറപ്പു നൽകി. ലോകനിന്ദയും സ്വപ്നിലിന്റെ മൂർച്ചയുള്ള തമാശയും. അഭിപ്രായങ്ങൾ. കാർഡുകൾ വഴി ഞങ്ങളുടെ വിവാഹ വാർത്ത എല്ലാവരിലുമെത്തി. ശുഭചിന്തകർ സന്തോഷിച്ചപ്പോൾ അസൂയാലുക്കൾ മോശമായി സംസാരിച്ചു. ഈ വിവാഹം ഒരു അന്ധന്റെ കയ്യിൽ കാടപ്പക്ഷി കിട്ടിയതുപോലെയാണ് എന്ന് അവർ പരിഹസിച്ചു. സ്വപ്നിലിന്റെ മറുപടി. ഞാൻ സങ്കടത്തോടെ ഈ കാര്യം സ്വപ്നിലിനോട് പറഞ്ഞു. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാണി, ഭാരതത്തിൽ ശരിക്കും വലിയ ജ്ഞാനികളായ ആളുകളാണ് താമസിക്കുന്നത്. അവർ പറയുന്നത് ശരിയല്ലേ? തീക്ഷ്ണമായ പ്രതികരണം. സ്വപ്നിലിന്റെ ഈ മറുപടി എന്നെ ഞെട്ടിച്ചു. ഞാൻ രൂക്ഷമായി പ്രതികരിച്ചു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്ധയാണെന്നോ? നിങ്ങളിൽ നിന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് സ്വപ്നിൽ അങ്ങനെ പറഞ്ഞത്? അവൻ ശരിക്കും എന്നെ പരിഹസിച്ചതാണോ അതോ അവന്റെ വാക്കുകൾക്ക് പിന്നിൽ ആഴമേറിയ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ലോകനിന്ദയും അസൂയയുടെ ആഘാതവും പ്രണയത്തിലെ പരിശുദ്ധയും നേരിടുന്നു. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 67. അമ്മായിയമ്മയുടെ ആഡംബരം, വിധവയുടെ പുനർവിവാഹം, പിന്നെ അന്ധന്റെ കയ്യിലെ കാടപ്പക്ഷി എന്ന കമന്റും. നിങ്ങളുടെ പപ്പ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോകുന്നു. ഇതിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ? ഞാൻ ചോദിച്ചു. അദ്ദേഹം ഇതിൽ തന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഗുണം കാണുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അദ്ദേഹം മുതിർന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ എന്നേക്കാൾ നന്നായി അദ്ദേഹത്തിന് മനസ്സിലാകും. സൗമ്യ അത്ര സന്തുഷ്ടിയല്ലെങ്കിലും ദുഃഖിതയായുമല്ല കാണപ്പെട്ടത്. നിങ്ങളുടെ പുതിയ മമ്മിയെ കണ്ടിട്ടുണ്ടോ? എന്റെ കൗതുകം അടക്കാൻ വയ്യാതെ ഞാൻ ചോദിച്ചു. ഉണ്ട്, ഞാൻ അവരെ കണ്ടു. അവർക്ക് 2 ചെറിയ പെൺകുട്ടികളുണ്ട്. ആൺകുട്ടി ഉണ്ടായില്ല എന്ന കാരണത്താൽ അവരുടെ മുൻ ഭർത്താവ് അവരുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ്. സൗമ്യ പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ പപ്പ ഒരു മാതൃകാപരമായ കാര്യമാണ് ചെയ്യുന്നത്. ആ 2 കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഇതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും. ഈ കാർഡ് നിങ്ങളുടെ പപ്പ എനിക്ക് തരാൻ ഏൽപ്പിച്ചതാണോ? ഞാൻ സംതൃപ്തിയോടെ ചോദിച്ചു. ഒടുവിൽ യോഗേഷ് ജി എന്റെ ഉപദേശം സ്വീകരിച്ചു. അല്ല, പപ്പ ഒന്നും പറഞ്ഞില്ല. ഞാൻ തന്നെയാണ് പപ്പയോട് എനിക്ക് വേണ്ടി 3 കാർഡുകൾ ചോദിച്ചു വാങ്ങിയത്. 2 എണ്ണം എന്റെ സ്കൂളിലും ക്ലാസ്സിലും കൊടുക്കാൻ ഉപയോഗിച്ചു. 3ാമത്തേത് പ്രത്യേകമായി ടീച്ചർക്ക് വേണ്ടിയുള്ളതാണ്, അവൾ പറഞ്ഞു. ഞാൻ പപ്പയെ പുകഴ്ത്തിയത് അവൾക്ക് സന്തോഷമായി. സൗമ്യയ്ക്ക് ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് നൽകാൻ ഞാൻ ആഗ്രഹിച്ചു. അതിലൂടെ അവൾക്ക് തന്റെ പുതിയ അമ്മയോടും സഹോദരിമാരോടും മുൻവിധികളില്ലാത്ത സ്നേഹം തോന്നും. സൗമ്യ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ വിവാഹത്തിന് പോകാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. സൗമ്യ എന്റെ പ്രിയപ്പെട്ട ശിഷ്യ മാത്രമല്ല, അമ്മയില്ലാത്ത കുട്ടിയായതിനാൽ അവളോട് എനിക്ക് പ്രത്യേക മമതയുണ്ട്. അമ്മയില്ലാത്ത ശൂന്യത ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. അവളെ മാനസികമായി സഹായിക്കാൻ വിവാഹത്തിന് പോകാൻ ഞാൻ തീരുമാനിച്ചു.
പിന്നീട് ഒരാഴ്ച മുഴുവൻ അൽക്കമാം എന്നെയും പപ്പയെയും ഷോപ്പിങ്ങിനായി കൊണ്ടുപോയി. തന്റെ ഭാവി മരുമകളായ എനിക്കും പപ്പയ്ക്കും വസ്ത്രങ്ങൾ മുതൽ പെർഫ്യൂമുകൾ വരെ വാങ്ങിത്തന്നു. വിവാഹത്തിന് വരുന്ന അതിഥികളുടെ മുന്നിൽ ഞങ്ങൾ ഒട്ടും കുറഞ്ഞു പോകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അഭിമാനിയായ പപ്പ പലപ്പോഴും വിലക്കിയെങ്കിലും അവർ കേട്ടില്ല. എനിക്ക് വാങ്ങിയ ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും ഞാൻ മാമിനെ തന്നെ ഏൽപ്പിച്ചു. എന്റെ മനസ്സ് മനസ്സിലാക്കി അവർ അത് സ്വന്തം വീട്ടിൽ സൂക്ഷിക്കാൻ സമ്മതിച്ചു. മാളിൽ നിന്ന് വന്ന ശേഷം ഒരു ദിവസം പപ്പ വല്ലാതെ അസ്വസ്ഥനായി കാണപ്പെട്ടു. വാണി, നിന്റെ പുതിയ അമ്മ എന്റെ വസ്ത്രങ്ങൾക്കായി മാത്രം ഇത്രയേറെ പണം ചെലവഴിച്ചു. കഴിഞ്ഞ 10 വർഷമായി പോലും ഞാൻ ഇത്രയും ചെലവാക്കിയിട്ടില്ല. മകളുടെ അച്ഛനാണ് സാധാരണ വരന്റെ വീട്ടുകാർക്ക് കൊടുക്കാറ്. ഇവിടെയെല്ലാം തിരിച്ചാണ് നടക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനെപ്പോലെ കണക്ക് പറഞ്ഞ് പരാതിപ്പെട്ടു. പപ്പ, എനിക്കറിയാവുന്ന അൽക്കമാമിന് പണത്തേക്കാൾ മനുഷ്യത്വത്തിനാണ് വില. പപ്പയുടെ വ്യക്തിത്വത്തിൽ അവർ വളരെയധികം ആകൃഷ്ടയാണ്. ആ അതിഥികളുടെ മുന്നിൽ പപ്പയെ ഒട്ടും കുറച്ചു കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അൽക്കമാമിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ നാവിലൂടെ അമ്മ എന്ന വാക്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചത്. മാം തിരുത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് ആ പേര് ഇപ്പോൾ എന്റെ ചുണ്ടിൽ വന്നു പതിഞ്ഞു. രാശീലിന് അവർ അമ്മായിയാണെങ്കിലും എനിക്കവർ അമ്മയായി മാറിക്കഴിഞ്ഞു. സൗമ്യയോടുള്ള ഇഷ്ടം കാരണം അവളുടെ പുതിയ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തു, സൗമ്യയുടെ പുതിയ അമ്മ അൽക്കമാമിനെപ്പോലെ അത്രയും നല്ല ഒരാളായിരുന്നെങ്കിൽ. അപ്പോൾ പപ്പയുടെ ശബ്ദം എന്റെ ചിന്തകളെ മുറിച്ചുമാറ്റി. വിവാഹത്തിന് എന്നെ ഈ ആഡംബര വസ്ത്രങ്ങളിൽ കാണുമ്പോൾ നാട്ടുകാർ പലതും പറയും. മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കാശുകൊണ്ടാണ് നീരജ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നവർ പറയില്ലേ? അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയായിരുന്നു. പപ്പ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കുകയുള്ളൂ. നമ്മളോട് അസൂയയുള്ളവരെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്? ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ ഒരു പെൺകുട്ടിയുടെ അച്ഛന് സമൂഹത്തിന് മുന്നിൽ മാനം നോക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, ആളുകൾക്ക് എന്തെങ്കിലും പറയാൻ വേണമല്ലോ. ഞാനും മറ്റുള്ളവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പപ്പ കുറച്ചുകൂടി ശാന്തനായി കാണപ്പെട്ടു. അടുത്ത ദിവസം ഫോണിലൂടെ ഞാൻ അൽക്കമാമിനോട് പറഞ്ഞു, അമ്മേ, 2 ദിവസത്തിനു ശേഷം ഞാൻ സൗമ്യയുടെ പപ്പയുടെ വിവാഹത്തിന് പോകുന്നുണ്ട്. ഓ, എനിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ ഉദ്ദേശിച്ചതല്ല. നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും വരാം. ഇനി മുതൽ നീ എവിടെ പോകുകയാണെങ്കിലും കാറിലേ പോകാവൂ. നിന്റെയും സ്വപ്നിലിന്റെയും വിവാഹ കാർഡുകൾ അടിച്ചുവന്നു. നിന്റെ പുതിയ പദവി നാട്ടുകാർ അറിയാൻ പോകുകയാണ്. അതുകൊണ്ട് സുരക്ഷയിൽ ശ്രദ്ധ വേണം, അൽക്കമാം നിർദ്ദേശിച്ചു. ശരി അമ്മേ, എനിക്ക് മനസ്സിലായി. എന്റെ വാക്കുകളിൽ സന്തോഷം നിഴലിച്ചു. നിനക്കായി എപ്പോഴും ഒരു കാറും ഡ്രൈവറും തയ്യാറായിരിക്കും. വിവാഹ ദിവസം നീ 2 മണിക്കൂർ മുമ്പ് എന്റെ വീട്ടിലേക്ക് വരണം. നിന്നെ ഒരുക്കുന്നത് ഞാനായിരിക്കും, അവർ സ്നേഹത്തോടെ പറഞ്ഞു. അവരുടെ തീരുമാനങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. അവരെ അറിയാത്തവരാണെങ്കിൽ ആ അധികാരം പ്രകടിപ്പിക്കുന്ന സ്വഭാവം കണ്ട് ദേഷ്യപ്പെട്ടേനെ. പക്ഷെ അവർ എന്നെ അത്രമേൽ കരുതുന്നു എന്നെനിക്കറിയാമായിരുന്നു. 2 ദിവസത്തിനു ശേഷം ഞാൻ കൃത്യസമയത്തെത്തി. അമ്മ എന്നെ ഒരുക്കാൻ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഏർപ്പാടാക്കിയിരുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും അമ്മ എന്റെ മുന്നിൽ നിരത്തി. ഞാൻ അതിലൊരു ലെഹങ്ക എടുത്തപ്പോൾ അവർ പറഞ്ഞു, വാണി, ഇത് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ലളിതമായ ഒന്നെടുത്തോളൂ. ഇല്ലെങ്കിൽ നീ വധുവിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടേക്കാം. അത് ശരിയാകില്ല. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനത് ചിന്തിച്ചില്ല. അവർക്ക് 2ാമത്തെ വിവാഹമല്ലേ, ലളിതമായി തന്നെ ഇരിക്കട്ടെ. ആ സ്റ്റൈലിസ്റ്റ് എന്നെ സുന്ദരിയായി ഒരുക്കി. അതിൽ അമ്മയും സഹായിച്ചു. ഞങ്ങളെ അവിടെ കണ്ടപ്പോൾ സൗമ്യയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ടീച്ചറെ, നിങ്ങൾ ഇന്ന് ഒരു മാലാഖയെപ്പോലെയുണ്ട്, അവൾ പൂത്തുലഞ്ഞു. അവൾ ഞങ്ങളെ വേദിയിലേക്ക് കൊണ്ടുപോയി അവളുടെ പപ്പയെയും പുതിയ അമ്മയെയും പരിചയപ്പെടുത്തി. യോഗേഷ് ജിക്ക് ഇത് വിശ്വസിക്കാനായില്ല. ഞാൻ വരുമെന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാം, പക്ഷേ അൽക്കമാം വരുന്നത് അസാധ്യമായ കാര്യമായിരുന്നു. ഞാൻ അവരുടെ മരുമകളാകാൻ പോകുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മാമിന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എല്ലാവരും കരുതി. സൗമ്യ നല്ലൊരു മകളാണ്. അവൾക്ക് നല്ലൊരു അമ്മയെ ലഭിക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഞാൻ അവരെ അഭിനന്ദിച്ചു. അമ്മേ, ഇത് വാണി ടീച്ചർ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ. അൽക്കമാം ഞങ്ങളുടെ സ്കൂളിന്റെ ഓണറാണ്. സൗമ്യ അമ്മയ്ക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾ അവർക്ക് ആശംസകൾ നേർന്നു. മാം വധുവിന് മനോഹരമായ കമ്മലുകൾ സമ്മാനിച്ചു. സൗമ്യയ്ക്ക് ഒരു ധൈര്യം നൽകുകയായിരുന്നു എന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞയുടൻ ഞങ്ങൾ കുറച്ചു ഭക്ഷണം കഴിച്ചു അവിടുന്ന് വിടവാങ്ങി. സൗമ്യയ്ക്ക് ഞങ്ങളെ വിടാൻ മടിയായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മോളെ, നിനക്ക് മറ്റു അതിഥികളെ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. സൗമ്യയ്ക്ക് അത് മനസ്സിലായി. അവൾ വന്ദിച്ചുകൊണ്ട് യാത്രയച്ചു. രംഗമാറ്റം. അൽക്കമാം നിശ്ചയിച്ച പട്ടിക പ്രകാരം ഞങ്ങളുടെ വിവാഹ വാർത്ത ക്ഷണക്കത്തുകൾ വഴി എല്ലാവരിലുമെത്തി. സ്കൂളിലും ഈ വാർത്ത പാട്ടായി. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം സന്തോഷമായി. വാണിയുടെ ഭാവി സഫലമാകും. അമ്മയെ നേരത്തെ നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ അമ്മായിയമ്മയുടെ രൂപത്തിൽ അൽക്കബട്ടിയെപ്പോലെ കനിവുള്ള ഒരാളെ ലഭിച്ചു എന്ന് അവർ പറഞ്ഞു. പക്ഷേ ചിലർ കുത്തിപ്പറയാനും മറന്നില്ല. അന്തന്റെ കയ്യിൽ കാടപ്പക്ഷി കിട്ടിയതുപോലെയായി ഈ കല്യാണം എന്ന് അവർ പരിഹസിച്ചു.
പുറമേ സ്നേഹം പ്രകടിപ്പിക്കുന്നവരിൽ പലരും ശരിക്കുള്ള സ്നേഹമുള്ളവരല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കാര്യങ്ങൾ ഫോണിലൂടെ സ്വപ്നിലിനോട് പറഞ്ഞു. വാണി, ഭാരതത്തിലുള്ളവർ നല്ല അറിവുള്ളവരാണല്ലോ. അവർ പറയുന്നത് ശരി തന്നെയല്ലേ? സ്വപ്നിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ അന്ധയാണെന്നോ? നിങ്ങളിൽ നിന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ദേഷ്യത്തോടെ പ്രതികരിച്ചു. സമാലോകനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 67 പിതാവിന്റെ അഭിമാനവും സമൂഹത്തിന്റെ ചിന്താഗതികളും തമ്മിലുള്ള പോരാട്ടമാണ്. വിവാഹ വാർത്തയോടെ നാട്ടുകാർക്കിടയിലുണ്ടായ സംസാരങ്ങളും സ്വപ്നിലിന്റെ മറുപടിയും വലിയൊരു കുഴപ്പത്തിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്നു കാണാം. എപ്പിസോഡ് 67 അവസാനിച്ചു.